നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഗൗതമിൻ്റെ 630 വാട്ട്സിൻ്റെ 2 പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ കൊടുക്കുന്നത് UTL ഗാമ പ്ലസിൻ്റെ 3400 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ നമ്മൾ ലിഥിയം ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ സൈറ്റിലേക്കുള്ള സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കുള്ളതല്ല, ഇത് പല സൈറ്റിലേക്കായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ സൈറ്റിലേക്ക് ഇറക്കി തരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിരിക്കുന്ന ആ ഒരു ലിഥിയം ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടല്ലോ. 25.6 വോൾട്ട് 100 AH ആണ് ലിഥിയം ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. 24 വോൾട്ടിൻ്റെ ആ ഒരു കാറ്റഗറിയിലുള്ള ലിഥിയം ബാറ്ററിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് UTL ഗാമ പ്ലസിൻ്റെ GPP 3400 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ പാക്കറ്റ് നമ്മളൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പാക്കറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, സേഫായിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പല വീഡിയോകളിലൊക്കെ ഇതുപോലെ കാണിച്ചിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ ഇത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലിഥിയം ബാറ്ററിയുടേത്. അപ്പോൾ ഇത് കണ്ടോ, പാക്കിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ആയാലും വെള്ളമോ മറ്റു കാര്യങ്ങളോ ഈർപ്പമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഒക്കെ കവർ ചെയ്താണ് ഒരു പാക്കറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഗാമ പ്ലസിൻ്റെ PCU ആണ് കേട്ടോ. 3 kV ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. 2400 വാട്ട്സ് ആണ് ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. ഇതിനകത്ത് ലിഥിയം ബാറ്ററി കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. പാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. സൈഡിലൊക്കെ തട്ടും മുട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്കകത്ത് കംപ്ലൈൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടി തെർമോക്കോളൊക്കെ വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി കളറാണ് ഈ മഞ്ഞ കേട്ടോ. നമ്മൾ ഒരുപാട് സിസ്റ്റം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മളൊരു 3 kV ഇൻവെർട്ടർ വിത്ത് ലിഥിയം ബാറ്ററി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതി ഇരിക്കും കേട്ടോ. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ മറ്റു കാര്യങ്ങളോ മെയിൻ്റനൻസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള ലിഥിയം ബാറ്ററിയാണ്. UTLൻ്റെ ആണ്. 5 വർഷം വാറണ്ടിയാണ് നമുക്ക് ആ ഒരു ലിഥിയം ബാറ്ററിക്ക്. ഈ ഒരു 3 kV ഇൻവെർട്ടറിന്റെ എറർ കോഡുകൾ, അതിന്റെ ഡിസ്പ്ലേയുടെ കളറിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ അതിന്റെ മുകളിൽ സ്റ്റിക്കർ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഗാമ പ്ലസിന്റെ എല്ലാ മോഡലും. 1 kV 2 kV ഉണ്ട്, നമുക്ക് 3 kV ഉണ്ട്. ഇതിന്റെയൊക്കെ ഫ്രണ്ട് സൈഡിലെ ആ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് അതിന്റെ മോഡൽ നമ്പർ, അതിന്റെ VOC കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 106 ആണ് അതിന്റെ VOC വരുന്നത്. നമുക്ക് 3 കൂളിംഗ് ഫാൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് MCB പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 16 ആംസിന്റെ 6 ആംപിന്റെ ഒരു സോക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഇൻവെർട്ടറിനെ കുറിച്ച് പറയാൻ. അടുത്തതായിട്ട് നമുക്ക് നോക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സോളാർ പാനൽ ഗൗതമിന്റെ 630 വാട്ട്സ് ആണ് ഈ ഒരു സോളാർ പാനലിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് ഗ്ലാസ് ടു ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ടോപ്കോൺ ടെക്നോളജിയിലുള്ള ആ ഒരു സോളാർ പാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 630 വാട്ട്സിന്റെ 2 സോളാർ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു സൈറ്റിലെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ അവരുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു വെൽഡേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ഇത് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് കാർത്തിപ്പള്ളിയാണ് ഈ ഒരു സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളും ഒക്കെ അവരുടെ തന്നെ വെൽഡേഴ്സ് ആണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അവൻ ഇത് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു നടന്ന് കയറാനുള്ള വാക്വേയും കാര്യങ്ങളും ഒക്കെ ഇവർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ട്രക്ചർ വർക്ക് ഇവർ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇവർ തന്നെയാണ് നമുക്ക് പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവർ രണ്ടുപേരും കൂടെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാനൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഡോറും വാക്വേയും കാര്യങ്ങളൊക്കെ കയറാനുള്ള ഇതൊക്കെ ലാഡറും ഒക്കെ അവർ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്തോളാം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പാനൽസ് കണ്ടല്ലോ, 2 പാനല് ഇവിടെ അത്യാവശ്യം നല്ലൊരു തെളിച്ചം കിട്ടുന്നതാണ്. നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടാവും. കാരണം 24 വോൾട്ടിന്റെ ഒരു ബാറ്ററി മാത്രമേ നമുക്ക് അതിനകത്തുള്ളേ. അതുകൊണ്ട് അതുപോലെ ഇതിന്റെ കേബിളും കാര്യങ്ങളും ഒക്കെ കണ്ടില്ല നമ്മൾ കൊണ്ടുവന്ന കണ്ടിട്ട് പൈപ്പൊക്കെ ഉപയോഗിച്ച് നമ്മളിത് കൊണ്ടുപോവാണ്. താഴേക്കാണ് കൊണ്ടുവന്നത്. താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഭിത്തി അലമാരയുടെ മുകളിലായിട്ടുള്ള സ്പേസിലാണ് നമ്മുടെ ഈ ഇൻവെർട്ടറും ലിഥിയം ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരാളുടെ ഹൈറ്റിന് മുകളിലായിട്ടാണ് ഈ ഒരു ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത്. കാരണം സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻവെർട്ടറൊക്കെ നമ്മൾ ചാലു ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KSEBിയുടെ ലൈൻ ഓൺ ആക്കാതെ തന്നെ നമുക്ക് വരുന്ന ഒരു കളറാണ് ഈ പച്ച കളർ കേട്ടോ, ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. അതുപോലെ നമ്മുടെ SPB വോൾട്ടേജ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടായിരുന്നല്ലോ, ആംബിയർ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഏകദേശം ഫുള്ളായി നിൽപ്പുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട്, അതായത് FLT ഫ്ലോട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പേസ് നിങ്ങൾ കണ്ടല്ലോ. ഫ്രണ്ട് സൈഡിൽ നമുക്ക് MCB ഒന്ന് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് അതിന് ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൽ ഇതേ KSEBിയുടെ ലൈനൊക്കെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിങ് നമ്മൾ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സോളാർ പാനലിലെ ഊർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു. നമ്മൾ സ്മാർട്ട് മോഡിലാണ് ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. രാത്രിയിൽ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് കിട്ടാൻ വേണ്ടി ഒരു 2.5 യൂണിറ്റ് ആണ് ഇതിന്റെ ഒരു ബാക്കപ്പ് വരുന്നത്. ഈ ഒരു ബാറ്ററിയുടെ രാത്രി മൊത്തം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ഓടും. അതുപോലെ പകലും കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള ലോഡുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.